ഇടുക്കി ജില്ലയിൽ സ്ഥാനാർത്ഥി പര്യടനം ഇങ്ങനെ വളരെ സജീവമായി മുമ്പോട്ട് പോവുകയാണ്. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് തോട്ടം മേഖലയടക്കം കയറി വോട്ടഭ്യർത്ഥിച്ച് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. തെരഞ്ഞെടുപ്പ് ചൂട് അല്പം കൂടി അല്ലേ? അല്ല, തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം പരസ്യ പ്രചരണം എല്ലാ മേഖലയിലും നേരിട്ട് ആളുകളെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. അപ്പോൾ അത് നല്ല നിലയിൽ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വണ്ടമേട് പഞ്ചായത്തിലേക്ക് ഈ പ്രചരണം എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലായിടങ്ങളിലും ലഭിക്കുന്ന നല്ല സ്വീകരണമാണ് ഈ പ്രചരണ പരിപാടികൾക്ക് കൂടുതൽ ആവേശം പകരുന്നത്. മേഖല ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇരട്ട വോട്ടുകളുടെ ഒരു പ്രചാരണം ശക്തമായി ഉന്നയിക്കുന്നുണ്ട് UDF. അല്ല, ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുമൊക്കെയുള്ള നടപടിക്രമങ്ങളാണ് വരേണ്ടത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആ നിലയിൽ അത് പരിശോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചുള്ള ഒരു പൂർണ്ണമായ ഒരു തീർപ്പിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ലല്ലോ. അതിന് ശേഷം നമ്മൾ പ്രതികരിക്കുന്നതാണ്. ഈ തോട്ടമേഖലയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഏല മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണ് ഇവിടം. അപ്പോൾ അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു ഉറപ്പ് എന്താണ്? ഞാൻ MP എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതലായി ശ്രദ്ധിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഏലം കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മുടെ ഗുണമേന്മയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വെല്ലുവിളി ആ ഒരു കാലഘട്ടത്തിൽ 2019-20 കാലഘട്ടത്തിലുണ്ടായി. അപ്പോൾ അതിനുവേണ്ടി കൃഷിക്കാരൻ ഏലത്തിന് ഉപയോഗിക്കുന്ന കീടനാശിനിയുടെ അളവ് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുണമേന്മ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ക്വാളിറ്റി ഇവാലുവേഷൻ ലാബ് ഇടുക്കിയിൽ സജ്ജമാക്കണം എന്നുള്ളൊരാവശ്യം മുന്നോട്ട് വെച്ചു. അത് യാഥാർത്ഥ്യമായി എന്നുള്ള ആ ഒരു അഭിമാനകരമായൊരു നേട്ടം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ മയിലാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിൽ ഇപ്പോൾ ക്വാളിറ്റി ഇവാലുവേഷൻ ലാബുണ്ട്. അത് കൃഷിക്കാർക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ അത് കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആകണം. എന്നുവെച്ചാൽ കൃഷിക്കാരൻ ഉപയോഗിക്കുന്ന കീടനാശിനി അതിന് അളവ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഗുണമേന്മ ഏറ്റവും നല്ല നിലയിൽ തന്നെ നിലനിർത്തുന്ന തരത്തിലായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വിലയിടിവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റേതായ ഇടപെടൽ പലപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു പ്രതിസന്ധി തന്നെയാണ്. ഞാൻ പാർലമെൻറ്റിൽ ഉന്നയിച്ച ഏറ്റവും പരമപ്രധാനമായ ആവശ്യം ഇതിന് താങ്ങുവില ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളാണെങ്കിൽ മാത്രമേ താങ്ങുവില ഏർപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഏലം, കുരുമുളക്, അതുപോലെ തേയില ഇതൊക്കെ കാർഷിക ഉൽപ്പന്നങ്ങളായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് CACP ലിസ്റ്റിൽ, കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസ്, CACP ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് താങ്ങുവില ഏർപ്പെടുത്തണം എന്നുള്ള ആ ഒരു ആവശ്യമാണ് ശക്തമായി ഉന്നയിച്ചത്. ഒരു 1500 രൂപ എങ്കിലും ഏറ്റവും മിനിമം താങ്ങുവിലയായി ലഭിക്കണം. വില സ്ഥിരത ഉണ്ടാവണം. എങ്കിൽ മാത്രമേ എപ്പോഴും ഏലം കൃഷിക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞാൻ കൂടുതലായി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. പിന്നീട് ഓരോ ഘട്ടങ്ങളിലും വില തകർച്ച ഉണ്ടാകുമ്പോൾ ഓപ്ഷനൈസുമായി ബന്ധപ്പെട്ടും അതുപോലെ സ്പൈസസ് ബോർഡിനെ കൂട്ടിച്ചേർത്തുകൊണ്ടും ഗവൺമെൻറ് പ്രതിനിധികളെയും കൂട്ടിച്ചേർത്തുകൊണ്ടും നിരവധിയായ മീറ്റിങ്ങുകളൊക്കെ സജ്ജമാക്കി വില ഇടിവ് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി MP എന്നുള്ള നിലയിൽ പരമാവധി ഓരോ ഘട്ടങ്ങളിലും ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാലഘട്ടത്തിൽ നല്ല നിലയിലുള്ള ഇടപെടലിലൂടെ കാർഷിക ഉൽപ്പന്നമായി പ്രഖ്യാപിച്ചുകൊണ്ട് താങ്ങുവില ഏർപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വിപണി സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിന് വേണ്ടിയിട്ടൊക്കെ കേന്ദ്ര സർക്കാർ മാറി വരണം. അതിനാണ് ഈ തെരഞ്ഞെടുപ്പ് തന്നെ. സത്യത്തിൽ 2014 BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏലം മേഖലയോട് കാണിച്ച കടുത്ത അവഗണന നമുക്ക് വളരെ അനുഭവവേദ്യമായിട്ടുള്ളത്. എന്നുവെച്ചാൽ 2014-19 കാലയളവിൽ സ്പൈസസ് ബോർഡിൻ്റെ മുഴുവൻ ഫീൽഡ് ഓഫീസുകളും ഇവിടെ പൂട്ടിപ്പോയി. ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഒരു കർഷകദ്രോഹ നടപടിയായിട്ടാണ് നമ്മളതിനെ കണ്ടിട്ടുള്ളത്. 2014-19 ഇടയിൽ മുൻ ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ് ഏതെല്ലാം ആനുകൂല്യങ്ങളാണോ ഏലം കൃഷിക്കാർക്ക് നൽകിയിരുന്നത്, അതായത് നമ്മുടെ പല പല ഇൻസെൻറ്റീവ്സുകളും അതുപോലെ വളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ കൃഷിക്കാർക്ക് നൽകിയിരുന്നു. പല പല സബ്സിഡിയും നൽകിയിരുന്നു. പക്ഷേ അതെല്ലാം മരവിപ്പിക്കുകയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അപ്പോൾ അത് പ്രതിഷേധകരമാണ്. അപ്പം ഇവിടെ ഒരു ഭരണമാറ്റത്തിലൂടെ കൃഷിക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന, കൃഷിക്കാർക്ക് മുഖ്യ പരിഗണന നൽകുന്ന, അവരുടെ വിപണി സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാവണം. ഞാൻ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഏറ്റവും സ്പെസിഫൈഡ് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഏലം ബോർഡ് പുനഃസ്ഥാപിക്കണം. കാരണം നിലവിലുള്ള സ്പൈസസ് ബോർഡ് നോക്കൂത്തിയാണ്. യാതൊന്നും അതിനെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു പൈസയുടെ ഫണ്ട് പോലും അതിനകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഏലം ബോർഡ്, കാർഡമം ബോർഡ് പുനഃസ്ഥാപിച്ചുകൊണ്ട് ഏലത്തിൻ്റെ പരിഗണന മുഖ്യമായി തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വിദേശധാന്യം നേടിത്തരുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് ഏലം. അപ്പോൾ ആ ഒരു തരത്തിൽ അതിന് മുഖ്യ പരിഗണന കൊടുക്കണം എന്ന ആവശ്യം പാർലമെൻറ്റിൽ ഞാൻ ഉന്നയിക്കുകയുണ്ടായി.
ഏതായാലും അത്തരത്തിൽ തന്നെയാണ് ഉടുമ്പൻചോല ഏറ്റവും കൂടുതൽ ഏലക്ക ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉടുമ്പൻചോലയിലൂടെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് UDF സ്ഥാനാർത്ഥി പര്യടനം നടത്തുമ്പോൾ സമഗ്രമായ ഏലം മേഖലയ്ക്ക് സമഗ്രമായ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തും, വിലസ്ഥിരത ഉറപ്പാക്കുന്നതിനുള്ള ഇടപെടലുകളടക്കം നടത്തുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ടാണ് പര്യടനം പുരോഗമിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.